വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU 33 തൃശൂർ ജില്ലാ സമ്മേളനം സ്വാഗത സംഘം സമാപന യോഗം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഒരു നഗരസഭയാണെങ്കിൽ പോലും നഗരസഭയാവാനുള്ള പ്രായമായെങ്കിലും പോലും നഗരസഭയായി നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായിട്ടുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. 2015 നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചത്. അത് മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് നഗരസഭയാക്കിയത്. അർബൻ ഏരിയ എന്ന രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായി. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഓപ്പൺ പൊതുസമ്മേളനങ്ങളൊക്കെ തന്നെ നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്ഥലം പരിചയം MLA എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടുള്ള കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് 2 കോടി രൂപ. അതിൻ്റെ സ്ഥലത്തിന്റെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. എന്നിരുന്നാലും സ്ഥലം കൃഷിഭവന്റെ സ്ഥലം കൂടി എടുത്ത് നഗരസഭയുടെ സ്ഥലമാണ്, അതുകൂടി എടുത്ത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ജില്ലാ സമ്മേളനത്തിന്റെ ചെലവും അവതരിപ്പിച്ചു. ഡോക്ടർ ജോൺ ജോഫി സോവനീർ പരിചയപ്പെടുത്തി. എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ OR സോമശേഖരൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം ഹാരിഫാബി ടീച്ചർക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ, സ്മരണിക കമ്മിറ്റി ചെയർമാൻ ശശിധരൻ കൊടക്കാടത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PK സജീവൻ സന്നിഹിതനായിരുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.